തുടരാം. നേരത്തെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, പറഞ്ഞ് പൂർത്തിയാക്കാം. അല്ല, ഞാനൊരു താരതമ്യത്തിന് മുതിരുമല്ല രഞ്ജിത്ത്. അതായത് ഇവിടെ 2019 ഈ പറയുന്ന കൊള്ളയ്ക്ക് ഒരു പരിശ്രമത്തി ഉണ്ടാണ് അത് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ, ഗവൺമെന്റ് അങ്ങനെ തന്നെ. പക്ഷെ 2011 മുതൽ 2016 വരെ കേരളത്തിലെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ശബരിമലയിലെ. അദ്ദേഹത്തിന്റെ കാലത്ത് അവിടെ 1,70,00,000 പാത്രങ്ങൾ, വാങ്ങിക്കാത്ത പാത്രങ്ങൾ ഒക്കെ വേണ്ടിയിട്ട് പണം തട്ടിയെടുത്തിട്ടുണ്ട്. അതിപ്പോ വാർത്തകൾ പുറത്തു നോക്കിക്കുക, തെളിവ്. ഇവിടെ ആരും അത് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവരും 2019 മാത്രമാണ്. ഈ 2019 എത്ര ഭീമമായ തട്ടിപ്പാണ്. അത് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞത്, വാങ്ങിക്കാത്ത പാത്രത്തിന് പോലും കോടികൾ തട്ടിയെടുത്ത തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്ത പുറത്ത് ഇപ്പോഴൊന്നും അല്ല വന്നേ, ഈ 3 വർഷങ്ങൾക്ക് മുമ്പ് വാർത്ത കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആർക്കാ സംശയ കാര്യത്തിൽ? ഇവിടെ ദേവസ്വം മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ നടപടികളാണ് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തത്. കാരണം അദ്ദേഹം കേവലം 2024 ദേവസ്വം മന്ത്രിയായിട്ട് ചാർജ് എടുത്തത്. അദ്ദേഹം ദേവസ്വം മന്ത്രി ആയതിനു ശേഷം നടന്ന കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാലം ഏറ്റവും നല്ല മണ്ഡലകാലം എന്ന് പ്രകീർത്തിച്ചതാരാ? ശബരിമല സന്നിധാനത്തിൽ നിന്നുകൊണ്ട് അതിനെ അഭിനന്ദിച്ച രണ്ടുപേരുണ്ട്. ഒന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എത്ര കൃത്യമായിരുന്നു കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാലം. അപ്പൊ അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്ന ലക്ഷ്യം ദുരൂഹമാണ്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ ചർച്ചയിൽ 2019 ഈ പരിപാവനമായ ശബരിമലയിൽ അതിന് മുമ്പും അതിന് ശേഷവും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, തട്ടിപ്പാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടുത്തെ സ്വർണ്ണം അടിച്ചെടുത്തവന്മാരെ മുഴുവൻ ജയിലിലാക്കണം. അതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഈ അന്വേഷണം പര്യാപ്തമാണ്. CBI കുറിച്ചോട് പറഞ്ഞ ഒരു കാര്യം അതുകൊണ്ട് പറഞ്ഞോട്ടെ. CBI അന്വേഷിക്കുക എന്ന് പറഞ്ഞത് എന്താ? CBI രാഷ്ട്രീയ ശത്രുത കാണിക്കും. ഹൈക്കോടതി, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു എന്താ പറയാ, സ്വർണ്ണക്കൂട്ടിലാണ് അടയ്ക്കപ്പെടും തത്തയെന്നുള്ളവരും. അതും ഒരു രാഷ്ട്രീയ വേട്ട നടത്തും. അതൊരിക്കലും കണ്ടുപിടിക്കത്തില്ല. അത് രാഷ്ട്രീയപരമായ രീതിയിൽ അതേ കൊണ്ട് കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തേണ്ടത് സംസ്ഥാന തലത്തിലുള്ള അന്വേഷണം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്ത്യ മുഴുവൻ അതിനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വം നടക്കുന്ന ഈ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരുമെന്നും, ഈ പോറ്റി മാത്രം, പോറ്റി ഇതിനകത്തൊരു വലിയ മീനൊന്നും അല്ല. പോറ്റിയുടെ പിന്നാലെ ഒരുപാട് പേരുണ്ട്. അതാണ് പറഞ്ഞത്. പോറ്റി ഒരു ചെറിയ മീനാണ്. പോറ്റിയെ പോറ്റി വളർത്തിയവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കേവല ഉദ്യോഗസ്ഥർ മാത്രമൊന്നുമല്ല. ശ്രീ ലൂക്കോസിനും വളരെ വ്യക്തമായി അറിയാം. ഉദ്യോഗസ്ഥർ മാത്രമൊന്നുമല്ല. ഈ ദേവസ്വം ബോർഡൊന്നും അറിയാതെ, അവിടുത്തെ ഭരണസമിതി അറിയാതെ, പ്രസിഡന്റും അല്ലെങ്കിൽ മെമ്പർമാരും ഒന്നും അറിയാതെ ഇതൊന്നും പുറത്തു പോവില്ലെന്നേ. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഒരു വരിയോട് പറയാം. ബഹുമാനപ്പെട്ട നടൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ, വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ആദ്യം മാധ്യമങ്ങളോട് പേര് പുറത്തു വന്നപ്പോ എന്താ പറഞ്ഞത്? 15 മിനിറ്റ് നേരത്തേക്ക് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന് ചോദിച്ചു. ഈ 15 മിനിറ്റ് പരമാവധി എടുത്തോളൂ. അവിടെ വീരമണിയും മറ്റുള്ളവരും പങ്കെടുത്തിട്ടൊക്കെ പോയെന്ന് പറഞ്ഞു. ഇതേ ജയറാം മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടത് ഈ സ്വർണ്ണം പൂശ് ഉദ്ഘാടനം ചെയ്തതാണെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് യാതൊരു വാക്കുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം അന്വേഷണത്തിൽ കൊണ്ടുവരണം. ഒരു സംശയമില്ല കാര്യത്തിൽ. ശബരിമലയിൽ പൂജിക്കുകയും വാതിലുകൾ തുറക്കുകയും പൂട്ടുകയും ചെയ്യുകയും ചെയ്യുന്ന തന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ അറിയാതെ ഇത് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആരെങ്കിലും വിശ്വസിക്കും? അവരൊക്കെ ഭക്തികളുടെ, നമ്മളൊക്കെ ആദരിക്കുന്നവരല്ല അവരെല്ലാരും. അവരിനി അതിന് പങ്കാളികളായില്ലെങ്കിൽ പോലും അവരുടെ നിശബ്ദ കാഴ്ചക്കാരെ അവർ നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. തടവറയായിരിക്കണം ഇത്തരം കുറ്റവാളികൾ കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേതൃത്വത്തിലുള്ള അന്വേഷണ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ സർക്കാരിനെ പിന്തുണ. നന്ദി റെജി ലൂക്കോസ്.